സ്ട്രോങ് ലേഡിയാണോ? ഈ ചോദ്യം ഞാൻ ചോദിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനും മോളും കൂടി കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുമ്പോൾ ഒരു 15 വയസ്സുകാരി എന്നെ വിശ്വസിച്ച് കൂടെ വന്നപ്പോഴാണ് ഞാനൊരു സ്ട്രോങ് ലേഡി ആകണം എന്നൊരു ഫീലും എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ലൈഫിൽ എന്നൊരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലും എന്നിലുണ്ടായത്. അപ്പം എപ്പോഴും ഞാൻ എഴുതുന്ന പോലെ തൻ്റേതായ ഇടം കണ്ടെത്തിയവൾ തൻ്റേടി, സ്വയം ഉത്തരവാദിത്തങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നവർ മുൻപെട്ടോൾ. അപ്പോൾ ഒരു വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കൊരു പുനർജീവിതം പോലെയായിരുന്നു, പുനർജന്മം പോലെയായിരുന്നു. കാരണം അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ലൈഫും എല്ലാം എന്നെ മോൾഡ് ചെയ്തത്, എന്നെ വീട്ടിൽ മോൾഡ് ചെയ്തതും ഒക്കെ അഴിച്ചു പണിയേണ്ടി വന്നു. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയാൻ എൻ്റേതായിട്ടുള്ള ഒരാളും തയ്യാറായിരുന്നില്ല. ഇപ്പം വിവാഹമോചനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എനിക്കറിയാം അവിടെ എൻ്റെ ബ്രദർ അവൻ്റെ ഒരു ലൈഫിനെ ചിലപ്പം അത് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാവാം. വിവാഹമോചനം കഴിഞ്ഞൊരു സ്ത്രീ, നമ്മുടെ സമൂഹം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എൻ്റെ ബ്രദറിനെ സംബന്ധിച്ചോളം അവൻ്റെ അച്ഛനമ്മ, അവൻ്റെ വൈഫ്, ഇതൊക്കെ വളരെ വളരെ പ്രഷ്യസായിട്ട് അവൻ കൊണ്ടുപോകുന്ന ഒരിതാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വിവാഹമോചനം കഴിഞ്ഞെത്തിയ ഒരു പെങ്ങൾ, ആ പെൺകുട്ടി സഫർ ചെയ്യേണ്ടി വരുന്ന എന്തെങ്കിലും കാര്യം, ഇതൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഒറ്റയ്ക്ക് ജീവിക്കാന്നുള്ളത്. അപ്പോൾ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഒറ്റപ്പെടലിൽ വീണ്ടും പിന്നെയും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. പ്രളയജലം വന്ന് ചുറ്റും മൂടുന്നൊരവസ്ഥയുണ്ടല്ലോ, അതുപോലെ എൻ്റെ ചില നിലപാടിനെ ചോദ്യം ചെയ്തവരുണ്ട്. ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. ചോദ്യം ചെയ്തത് മാത്രമല്ല, സ്ലട്ട് ഷെയിമും ക്യാരക്ടർ അസാസിനേഷനും ഞാൻ നേരിടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വാക്കുണ്ട്, എൻ്റെ നേരെ ചൂണ്ടിയൊരു വിരലുണ്ട്, നീ വെറും ഒരു കൗൺസിലർ മാത്രമാണ്, നീ ഓർത്തിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുന്നോട്ടുള്ളൊരു ഊർജ്ജമായിരുന്നു. കാരണം ഞാൻ ഈ വായിക്കുന്ന പുസ്തകങ്ങളും കാണുന്ന സിനിമകളിലും എനിക്കിഷ്ടപ്പെടുന്ന കോട്സ് ഞാൻ എഴുതി വെക്കാറുണ്ട്. അതിലൊന്നാണ്, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ്, പിന്നെ വീണവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ, വാഴുന്നവരെ കണ്ടിട്ടില്ല. ശരിയാണ്, എൻ്റെ പോക്ക് ശരിയാണ്, അവളുടെ പോക്ക് ശരിയാണോ? എൻ്റെ പോക്ക് ശരിയാണ്. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സ്വപ്നങ്ങളാണ് എന്നെ ജീവിപ്പിക്കുന്നത്. പിന്നെ നീ വെറും ഒരു കൗൺസിലറാണ് എന്ന് പറഞ്ഞ് എന്നെ സ്ലട്ട് ഷെയിം ചെയ്ത്, എന്നെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ആ ഒരു വ്യക്തിയോട് എനിക്ക് യാതൊരു പകയും പ്രചോദനമില്ല. പക്ഷേ അവരെനിക്ക് മോട്ടിവേഷൻ തരുക ചെയ്തത് എനിക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ വർക്ക് സ്പേസിലാണെങ്കിലും ഒക്കെ മനുഷ്യത്വമാണ് മതം എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവരടുത്ത് തുടരാൻ വർക്ക് സ്പേസിൽ പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും തുടരാൻ പറ്റുന്നത് വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതുപോലെ പെൺകുട്ടികൾ, എന്നെ ആശ്രയിച്ച് എന്നെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടികൾ, അവരെ ഞാൻ സൈക്കോളജിക്കൽ കോഴ്സും സൈക്കോളജി എഴുതുന്നതുകൊണ്ടല്ല, ഞാനും ഒരു സാധാരണ സ്ത്രീയാണ്, ഒരുപാട് ഷാറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം എല്ലാം കൂടെ പിറക്കി കൂട്ടി ഞാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അപ്പോൾ 24 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതല്ല, 24 മണിക്കൂർ നമുക്കുണ്ട്. നമുക്ക് ഒരു സ്ത്രീ ആയത് എന്തെല്ലാം പ്രശ്നങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാലും അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും സ്ത്രീയായി തന്നെ ജീവിച്ചാൽ മതി.